ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അസ്ന നിസാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ ബാംഗ്ലൂർ ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ പോയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. അങ്ങനെ ഞങ്ങൾ റെഡിയായി റൂമൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ റാപ്പിഡോയിൽ ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു, അതവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോകേണ്ട വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവുകയാണ്. അതിൻ്റെ അവിടെ കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തി ഇറങ്ങി. പിന്നെ നമ്മൾ ബസ്സിലാണ് ഇനി പോകുന്നത്. നമ്മൾ ബസ് കാത്തുനിൽക്കുകയാണ്. അതാ നീല ബസ് വരുന്നില്ലേ, അതിലാണ് നമ്മളിനി കയറാൻ പോകുന്നത്. അതിലങ്ങനെ കയറി നമ്മളങ്ങനെ കയറി ഇതിൽ കയറിയിട്ട് നമ്മൾ പോകുന്നത് ടിൻ ഫാക്ടറിയിലേക്കാണ്. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് മോന് സീറ്റ് കിട്ടി. ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബസ്സിലിങ്ങനെ പോകുമായിരുന്നു. ഇനിയും ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തതായിട്ട് പോകുന്നത് മെട്രോയിലാണ് പോകുന്നത്. ടിൻ ഫാക്ടറിയിൽ ഇറങ്ങിയിട്ട് മെട്രോയിൽ ആണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി മെട്രോത്തെ വിശേഷങ്ങൾ കാണാം. നമുക്കിനി പോകാനുള്ള മെട്രോ വരുന്ന പ്ലാറ്റ്ഫോം മേലെയാണ്. അപ്പം നമ്മളങ്ങനെ എക്സ്കലേറ്ററിൽ മേലോട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരമേ കാത്തിരുന്നുള്ളൂ. നമ്മൾ വേഗം ഓടിപ്പടച്ച് കയറി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മോന് നോക്കിയിട്ട് മോൻ ആദ്യമായിട്ട് ഈ മെട്രോ ഒക്കെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ കാണുന്നതൊക്കെ നമ്മൾ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് ചെക്കിങ് ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ മെട്രോയിൽ ചെക്ക് ചെയ്തിട്ടേ കയറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ചെക്കിങ് വരുന്നത്. ഇത് നമ്മൾ ബാഗുകളൊക്കെ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യുന്നതാണ്. ജെൻസിന് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. ലേഡീസിനെ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ ലേഡീസ് ഉണ്ടാവും ചെക്ക് ചെയ്യുന്നവർ, അവർ ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ പോകണം. 2 കോയിൻസ്, ഇതുപോലെ കോയിൻസ് രൂപത്തിലാണ് നമുക്ക് നമ്മളെ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളവിടെ സ്കാൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ പോവാം. അങ്ങനെ നമുക്ക് പോകേണ്ട മെട്രോ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം മുകളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വരുന്ന മെട്രോയിൽ കയറിയിട്ട് നമ്മൾ പോകുന്നത് മജസ്റ്റിക്കിലോട്ടാണ്. അപ്പോൾ ഇനി മെട്രോയിൽ കയറിയിട്ട് കാണാം. നമ്മൾ മെട്രോ കയറിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് കൂടുതലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കയറിയ മെട്രോന്ന് ഇറങ്ങിയിട്ടുണ്ട്, മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത മെട്രോ വരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് കയറാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കയറാം. ഈ മെട്രോയിൽ അധികം തിരക്കില്ലായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് സീറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ എനിക്ക് എണീച്ചു തന്നു. അപ്പോൾ ഞാനും മോനും അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ്. മോൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് മെട്രോയിൽ. മോൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്നത് JP നഗറിലാണ്. അപ്പം നമ്മുടെ സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ മെട്രോന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ഒരു ബർഗറും ഒരു ഷമാമിൻ്റെ ജ്യൂസും നമ്മൾ കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക് ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഓട്ടോയിൽ പോകാൻ.
നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ ഓട്ടോയിൽ പോയതിന് നല്ല സുഖമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ദൂരം ഉണ്ടെന്ന് തോന്നിയതേ ഇല്ല. അങ്ങനെ നമ്മൾ ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡാണെങ്കിലും ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. തൊപ്പിയായിട്ടും നമ്മളെ സൺഗ്ലാസ് ആയിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാൻ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ബന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. നമ്മളകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നേരെ പോയാൽ അവിടെ ഒരു ഹോട്ടലാണുള്ളത്. അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് നട്ടുച്ച ടൈമിലാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ അവിടുന്ന് വന്നിട്ട് നടക്കാനുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. നല്ല വെയിലായതുകൊണ്ട് നടക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവിടെ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ പോകുന്ന എൻട്രൻസിലൂടെ സൈഡിൽ മരങ്ങളുള്ളതുകൊണ്ട് അധികം നമുക്ക് വെയിൽ തട്ടില്ല. ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ താഴോട്ടേക്കാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് വെള്ളം കുടിക്കാനാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് കിട്ടുന്നത് അതിലവിടേക്ക് പോകുന്ന മാപ്പാണ്. അങ്ങനെ നടന്ന് അവസാനം ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് സഫാരിക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്, അനിമൽസിനെ കാണാൻ. അപ്പോൾ 2 ടൈപ്പ് ടിക്കറ്റ് കൗണ്ടർ അവിടെ അവൈലബിൾ ആണ്. ഒന്ന് AC ബസ്സിന് പോകുന്നവർക്കും ഒന്ന് നോൺ AC ബസ്സിൽ പോകുന്നവർക്കും. AC ബസ്സിൽ പോകുന്നവർക്ക് ഒരു അഡൾട്ടിന് വരുന്നത് 500 രൂപയാണ്. പിന്നെ നോൺ AC ബസ്സിൽ പോകുന്ന ഒരു അഡൾട്ടിന് 260 രൂപ വെച്ചാണ് അവർ വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിരുന്നത് നോൺ AC ബസ്സിലാണ്. 260 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റിന് 260 രൂപ കൊടുത്ത് 2 പേർക്ക് അങ്ങനെ പോയി. ഇവിടെയാണ് നോൺ AC ബസ് ആർക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സഫാരി റൈഡ് പോകാനായിട്ട് അതിലേക്ക് എൻട്രിയാണ്. നമ്മളങ്ങനെ സഫാരി റൈഡിന് പോകാനുള്ള എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ കൊടുക്കുകയാണ്. അവർ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ബസ് കയറാനായിട്ടുള്ള ലക്ഷ്യവുമായി ഞങ്ങളങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മളവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മൾ ഇവിടെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ AC ബസ്സുകാർക്ക് വേറെ സ്ഥലവും നോൺ AC ബസ്സുകാർ പോകുന്നവർക്ക് വേറെ സ്ഥലവുമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ആ ബസ്സിന് പോകാനുള്ള ആൾക്കാരാകുമ്പോൾ നമ്മളെ അതിലേക്ക് വിളിക്കും.